ഞാൻ അജയ് ഉണ്ണി. അപ്പം ഞാൻ ഇന്ന് വന്നേക്കണ നമ്മുടെ കേരളത്തിലെ തന്നെ സുപ്രധാന മറ്റേ നാഗരാജ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായ പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രം, തൊടുപുഴ പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കാമെന്നാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത്ര നാളായിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് അതിൻ്റെ അകത്ത് ഫുൾ അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. വാ. അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് തിരുമേനിയോട് കാര്യങ്ങൾ, ഇതിൻ്റെ അകത്തെ പൂജയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം ഇതാണ് ഇവിടുത്തെ പുതുക്കുളത്ത് മന ഇല്ലം, പഴയൊരു ഇല്ലമാണ്. അപ്പം തിരുമേനി ബാക്കി കാര്യങ്ങൾ, ഇവിടുത്തെ വിശേഷങ്ങൾ പറയട്ടെ. അപ്പം നമ്മൾ ഈ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലെ തിരുമേനി മേൽശാന്തി കാണാനായിട്ട് വന്നതാണ്. നമസ്കാരം. നമസ്കാരം. പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് മിഥുൻ നമ്പൂതിരി. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ ഇവിടെയുള്ള പ്രത്യേക വിശേഷങ്ങളും കാര്യങ്ങളും പൂജകളും ഒന്ന് നമുക്ക് ആൾക്കാരെ ഒന്ന് അറിയിക്കാം. പറഞ്ഞു. നമുക്ക് ഇവിടെ മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട സർപ്പക്ഷേത്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പുതുക്കുളം ശ്രീ നാഗരാജ ക്ഷേത്രം മണക്കാട് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രാധാന്യം 5 നാഗദൈവങ്ങളാണ്. അതായത് നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടി, കരുനാഗം, കുഴിനാഗം എന്നിങ്ങനെ പാമ്പുമേക്കാട്ടും ദാനമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു സങ്കല്പത്തിലുള്ള വാസുകി സങ്കല്പമാണ് ഇവിടെയുള്ള പ്രധാന പ്രതിഷ്ഠകൾ. ഇത് വാസുകിയുടെ ഒരു പ്രതിമ ആയിട്ടുള്ള സങ്കല്പം. 25 അടിയോളം പൊക്കമുണ്ട്. നമുക്ക് പ്രധാന ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ളത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, കേരളത്തിൽ തന്നെ. പിന്നെ അകത്ത് നമുക്ക് ഭഗവതി, അയ്യപ്പൻ, ഗണപതി, ഭദ്രകാളി, ഭുവനേശ്വരി എന്നിങ്ങനെ മറ്റ് പ്രതിഷ്ഠകളും എല്ലാം കൂടി ഒറ്റ ശ്രീകോവിലായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് ഇവിടെയുള്ളത്. പ്രധാനമായിട്ടും നമുക്കിവിടെ നാഗക്ഷേത്രമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ നമ്മുടെ ഇവിടെ പ്രധാനമുള്ള വഴിപാടുകളെല്ലാം സർപ്പദോഷ ശാന്തിക്കായിട്ട് നടത്താറുണ്ട്, എല്ലാം ആചരിക്കപ്പെടാറുമുണ്ട്. ആയില്യത്തിലെ ചടങ്ങുകളുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗണപതി ഹോമത്തിൽ തുടങ്ങി പാൽപ്പായസ ഹോമം, ആയില്യം പൂജ, ദീപാരാധന തുടങ്ങി സർപ്പബലിയോടുകൂടി അവസാനിക്കുന്നതാണ്. തലമുറകളായിട്ടുള്ള സർപ്പരോഗശാന്തി, സർപ്പദോഷങ്ങൾ എല്ലാം ഇവിടെ വഴിപാട് നടത്തി ചെയ്യുന്നതാണ്. നാഗരാജാവിനാണ് വഴിപാട് നടത്തുന്നത്. പിന്നെ പ്രധാനമായും നമുക്കിവിടെ മധ്യകേരളത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗണപതി പ്രതിമ ഇവിടെയുള്ളതാണ്. 27 അടിയോളം പൊക്കമുണ്ട്. ചതുർബാഹുവായിട്ടുള്ള നിൽക്കുന്ന ഗണപതി പ്രതിമയുള്ളതാണ്. ഇവിടെ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ വാസുകി സങ്കല്പത്തിലുള്ള നാഗരാജാവാണ് അകത്തുള്ള പ്രതിഷ്ഠ. ഈ പ്രദേശത്തെ തന്നെ എന്നല്ല, നമ്മുടെ വാസുകി സങ്കല്പത്തിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഇത് മാത്രമാണ് ഈ പ്രദേശത്ത് ഉള്ളൂ. പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു നല്ല വിസ്തൃതിയുള്ള, ഇവിടെ ഒതുങ്ങിയിരിക്കണല്ല, കേരളത്തിലെ ഏകദേശം ചുരുക്കം ജില്ലയിൽ. ഓക്കെ. അപ്പം ഇത് നമ്മൾ തിരുമേനി ഇവിടുത്തെ നമ്മുടെ സർപ്പദോഷമുള്ളവരോ സർപ്പത്താൽ എന്തെങ്കിലും അങ്ങനെ ഒരു ദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 100% അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ്. അപ്പം ഇതിൻ്റെ ഈ അമ്പലം പരിസരങ്ങളും ഇവിടുത്തെ മേൽശാന്തിയൊക്കെ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. അപ്പം നമസ്കാരം.